ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, ദൈവപുത്രൻ മനുഷ്യപുത്രനായി അവതരിച്ച മഹനീയ ദിനത്തിലേക്ക്, ക്രിസ്മസിന്റെ ആഘോഷങ്ങളിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഓരോ ക്രിസ്മസും നമുക്ക് പുതിയ ആത്മീയതയുടെ നിറവ് പകരുന്നുണ്ട്. തിരുസഭയിൽ 3 പേരുടെയാണ് ജന്മദിനങ്ങൾ നാം ആഘോഷിക്കുന്നത്. യേശുവിന്റെ ജന്മദിനം ക്രിസ്മസ്, അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ ജന്മത്തിരുനാൾ നാം ആഘോഷിക്കുന്നുണ്ട്. സ്നാപക യോഹന്നാന്റെ ജന്മത്തിരുനാളും നാം സഭയിൽ ആഘോഷിക്കുന്നു. യേശുവിന്റെ ഈ ജന്മത്തിരുനാളിൽ നാം എത്തി നിൽക്കുമ്പോൾ തിരുവചനത്തിന്റെ ആഴങ്ങളിലൂടെ ഒന്ന് സഞ്ചരിച്ച് നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 26 മുതലുള്ള തിരുവചനങ്ങളിലാണ് യേശുവിന്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് നാം വായിച്ചറിയുന്നത്. പരിശുദ്ധ അമ്മയെക്കുറിച്ചാണ്, അമ്മയുടെ ജീവിതത്തിൽ നിറഞ്ഞു നിന്ന ആത്മീയതയെക്കുറിച്ചാണ് നാം ഇവിടെ അറിയുന്നത്. നമ്മൾ ഓരോരുത്തരും ഈ പരിശുദ്ധ അമ്മയെ പോലെ ഈ ഭൂമിയിൽ ജീവിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇത് നാം കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 49-50 തിരുവചനങ്ങളിലാണ്. പരിശുദ്ധ അമ്മയും സഹോദരനും യേശുവിനെ അന്വേഷിച്ച് അവിടെ വരുന്ന ഒരു ഭാഗമാണത്. അവിടെ തന്റെ ചുറ്റും കൂടി നിന്ന ജനക്കൂട്ടത്തിലേക്ക് ശിഷ്യരുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു, ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തവരാണ് എന്റെ അമ്മയും സഹോദരരും. യഥാർത്ഥത്തിൽ പരിശുദ്ധ അമ്മ ദൈവവചനം കേട്ടു, അതനുസരിച്ച് പ്രവർത്തിച്ചു. അതാണ് പരിശുദ്ധ അമ്മയുടെ മഹത്വം എന്ന് പറയുന്നത്. യേശു തമ്പുരാൻ ഈ വചനഭാഗത്ത് ജനസാഗരങ്ങളുടെ മധ്യേ ഇത് ഏറ്റുപറയുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മഹത്വം കുറയുകയല്ല അവിടെ ചെയ്യുന്നത്. പരിശുദ്ധ അമ്മയാണ് ഈ ഭൂമിയിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മാതൃക എന്ന് യേശു വെളിപ്പെടുത്തുകയായിരുന്നു. അതേ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയെ പോലെ വചനബന്ധിതമായി ജീവിതം നയിക്കുവാനാണ് ഒരു ക്രിസ്ത്യാനിയും ഈ ഭൂമിയിൽ ഈ ഹ്രസ്വമായ ജീവിതത്തിൽ വൃത്തിയാക്കേണ്ട വലിയ ദൈവിക സ്വപ്നം എന്നത്. യേശു തമ്പുരാന്റെ അമ്മയുടെ അടുക്കിലേക്ക് ദൈവത്തിന്റെ ദൂതൻ കടന്നു വരുന്നുണ്ട്. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. ആദ്യത്തെ അഭിസംബോധന, സ്വർഗത്തിന്റെ അഭിസംബോധന ദൈവകൃപ നിറഞ്ഞവളെ എന്നുള്ളതാണ്. എന്നെയും നിങ്ങളെയും നോക്കി സ്വർഗം ഇത്തരത്തിൽ വിളിക്കുവാൻ ഇടയാകണം. അതാണ് ദൈവത്തിന്റെ സ്വപ്നം. ക്രിസ്തുവിന്റെ ആഗ്രഹം അതാണ്. അതുകൊണ്ടാണ് ക്രിസ്തു നമ്മെ നോക്കി പറയുന്നത്, ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എന്റെ അമ്മയും സഹോദരനും എന്ന്. മേരി മക്കളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും വിലപ്പെട്ട വിളി തന്നെയാണ്. കാരണം പരിശുദ്ധ അമ്മയുടെ മകളായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുവാനാണ്, ഈ സഭയിൽ ജീവിത സാക്ഷ്യം നൽകുവാനാണ് ദൈവം നമ്മെ ഈ കോൺഗ്രിഗേഷനിൽ ഒരു സിസ്റ്ററായി ജീവിക്കുവാൻ അനുവദിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ സമർപ്പിത ജീവിതം എത്രയോ ശ്രേഷ്ഠമാണ്. പരിശുദ്ധ അമ്മയെ പോലെ വചനം ജീവിക്കുന്നവരാകുവാൻ, വചനത്തിന് സാക്ഷ്യം നൽകുന്നവരാകുവാൻ നമുക്ക് കഴിയട്ടെ. ഈ ക്രിസ്മസ് നാളിൽ ഇതിനുള്ള വലിയ ശക്തിയും കൃപയും ഉണ്ണിയായി പിറന്ന ദൈവപുത്രനിൽ നിന്നും നമുക്ക് ചോദിച്ചു വാങ്ങാം. എല്ലാവർക്കും ക്രിസ്മസ് നാളിൽ യേശു തമ്പുരാന്റെ ജനന തിരുനാളിന്റെയും എല്ലാവിധ മംഗളങ്ങളും ഏറെ സ്നേഹത്തോടെ നേരുന്നു.